നല്ല ഇടയൻ്റെ കരുതൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം ദൈവത്തിന്റെ മഹത്വത്തെയും കരുണയെയും കുറിച്ചുള്ള അതിമനോഹരമായ വിവരണമാണ്. ഇതിലെ 11-ാമത്തെ വാക്യം ദൈവത്തെ ഒരു ഇടയനായി ചിത്രീകരിക്കുന്നു. ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത് മാർവിടത്തിൽ ചേർക്കുകയും തള്ളയാടുകളെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. പ്രപഞ്ചനാഥനായ ദൈവം ഓരോ വ്യക്തിയെയും എത്രമാത്രം ആർദ്രതയോടെയാണ് നയിക്കുന്നതെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഈ വചനത്തിൽ 3 തരത്തിലുള്ള കരുതലിനെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. ഇത് നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സംരക്ഷണത്തെയും ആഹാരത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായി, കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാറോട് ചേർത്ത് വയ്ക്കുന്നു. ആട്ടിൻകൂട്ടത്തിലെ ഏറ്റവും ബലഹീനമായ കുഞ്ഞാടുകൾക്ക് നടക്കാൻ കഴിയാതെ വരുമ്പോൾ ഇടയൻ അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. മൂന്നാമതായി, തള്ള ആടുകളെ പതുക്കെ നടത്തി ഉത്തരവാദിത്തങ്ങളും ഭാരങ്ങളും ചുമക്കുന്നവരെ അവരുടെ വേദന മനസ്സിലാക്കി ദൈവം പതുക്കെ നടത്തുന്നു. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഇത് വലിയ ആശ്വാസം നൽകുന്നു. പലപ്പോഴും ലോകം നമ്മെ കഴിവിൻ്റെയോ വേഗതയുടെ അടിസ്ഥാനത്തിൽ അളക്കുമ്പോൾ ദൈവം നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികൾ കാരണം മുൻപോട്ട് നടക്കുവാൻ കഴിയാതെ വണ്ണം നിങ്ങൾ തളർന്നിരിക്കുകയാണോ? ഒരു കുഞ്ഞാടിനെ പോലെ നിങ്ങൾ നിസ്സഹായനായി തോന്നുമ്പോൾ ദൈവം തൻ്റെ ശക്തമേറിയ ഭുജം കൊണ്ട് നിങ്ങളെ ഉയർത്തുവാൻ തയ്യാറാണ്. അവൻ നിങ്ങൾ ദൂരെയല്ല, തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വഹിക്കുന്നു. ഇത് ദൈവവും നമ്മൾ തമ്മിലുള്ള ആഴമേറിയ സ്നേഹബന്ധത്തെയും സുരക്ഷിതത്വത്തെയുമാണ് കാണിക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളോ കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ വേഗത്തിൽ ഓടുവാൻ നിർബന്ധിക്കുമ്പോൾ ദൈവം നിങ്ങളെ പതുക്കെ നടത്തുന്നുവെന്ന് ഓർക്കുക. നമുക്ക് താങ്ങുവാൻ കഴിയുന്നതിനേക്കാളും അപ്പുറം ഒരു ഭാരവും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല. ഈ അനുഗ്രഹം അനുഭവിക്കുവാൻ നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ആ നല്ല ഇടയനെ പൂർണ്ണമായി ഏൽപ്പിക്കുക എന്നതാണ്. സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് വഴിതെറ്റി പോകാതെ അവൻ നമ്മെ നയിക്കുന്നതിന് വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുക്കുക. നിങ്ങൾ ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തിലെ അംഗമാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ തളർച്ചയിൽ അവൻ നിങ്ങളെ വഹിക്കും. യാത്രയിൽ അവൻ വഴികാട്ടും. ലോകം നിങ്ങളെ ഓടുവാൻ നിർബന്ധിക്കുമ്പോൾ ദൈവം നിങ്ങളെ തന്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു. നിങ്ങളുടെ ബലഹീനതയല്ല, അവന്റെ വിശ്വസ്തതയാണ് നിങ്ങളുടെ യാത്രയുടെ കരുത്ത്. ഗോഡ് ബ്ലസ് യു.